ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങൾ നോക്കൂ. വരുന്ന ക്രിസ്മസ് പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമായ സർക്കിളിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ സർക്കിളാണ്. സർക്കിള് കോഡുകൾ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, എ ബിയും സി ഡിയും. ഈ രണ്ട് കോഡിനെയും എക്സ്റ്റെൻഡ് ചെയ്ത് പി എന്ന ബിന്ദുവിൽ മുട്ടിച്ചു. അഥവാ ഈ രണ്ട് ഞാനിനെയും, ഞാൻ എ ബി ഞാൻ സി ഡി, ഇവയെ നീട്ടിക്കൊണ്ട് പി എന്ന ബിന്ദുവിൽ മുട്ടിച്ചു. എന്നിട്ട് അവര് അതിന് അളവും തന്നു. പി എ ഇസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ പി ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ സി ഡി ഇസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ എന്നും പറഞ്ഞിട്ടു. എന്നിട്ട് കാണേണ്ടത് എന്താണ്? ചോദ്യം നോക്കാം. പി ഡി എക്സ് എന്നെടുത്താൽ ഫൈൻഡ് പി സി കാണുക എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ഡി? എങ്കിൽ പി ഡി എന്ന് പറയുന്ന എക്സിന്റെ അളവെത്ര എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. പി ഡി എന്ന് പറയുന്ന എക്സിന്റെ അളവെത്ര എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ട രൂപം ഇവിടെ നോക്കാം. ഈ വലിയ വശമായ പി എ എടുക്കുക, ഇൻഡ് ചെയ്യുക സർക്കിളിന്റെ പുറത്തെ വശം കൊണ്ട്. ഓക്കെ, അതുപോലെ ഈ സൈഡായ വലിയ വശത്തെ പി സി എടുക്കുക, അതിനെ ഇതുപോലെ തന്നെ സർക്കിളിന്റെ പുറം വശമായ പി ഡി കൊണ്ട് ഇൻഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സമവാക്യത്തിന്റെ രണ്ട് സൈഡും തുല്യമായി വരുന്നതാണ്. ഓക്കെ, നോക്കാം. പി എ 12ഉം പി ബി 4ഉമാണ്. പി സി എത്ര നമുക്കറിയില്ല, പക്ഷെ പി സി കാണാൻ ഒരു മാർഗമുണ്ട്. ഏതാ? ഡി പിയും ഡി സിയും, അല്ലെങ്കിൽ ഡി പിയും എന്താ സി ഡിയും തമ്മിൽ കൂട്ടിയാലും മതി. ഓക്കെ, സി ഡി എത്രയാണ്? സി ഡി 13ആണ്. ഡി പി എത്രയാണ്? എക്സ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 13 എന്ന് കിട്ടും. അതിനെ പി ഡി ആയ എക്സ് കൊണ്ട് ഗുണിക്കുക. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാം? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. 13 ഇൻറ്റു എക്സ്, 13 എക്സ് ഈക്വൽ ടു 12 ഇൻറ്റു 4, 48. ഇങ്ങനെ വന്നാൽ നമ്മൾ ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് 13 എക്സ് മൈനസ് 48 ആക്കാം. 48 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോ മൈനസ് 48 എന്നിട്ട് 0 ഇട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെ വന്നാൽ നമ്മൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രിയുടെ ഫോർമാറ്റിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാവും. എങ്കിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എക്സിന്റെ വാല്യൂ കാണാൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac by 2a എന്നുള്ള ഇക്വേഷൻ ചെയ്യണം. അല്ലെങ്കിൽ എക്സ് കാണാൻ നമുക്ക് ഫാക്ടറുകളായിട്ട് തരംതിരിക്കാം. എങ്ങനെയാണ് ഫാക്ടറായി തരംതിരിക്കാം? നോക്കൂ, ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ 2 എക്സുകളാക്കി മാറ്റി. ഓക്കെ, ഒരു എളുപ്പപ്പണിയാണ്, ഇത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ -48 അല്ലേ? -48 രണ്ട് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും? നമുക്ക് നോക്കാം. 48 കിട്ടാൻ 1 ഇൻറ്റു 48 48 ആണ്. 2 ഇൻറ്റു 24 48 ആണ്. 3 ഇൻറ്റു 16 48 ആണ്. ഇത്ര എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് -48 ആണ്. അപ്പോ റിസൾട്ട് ചെയ്യുമ്പോൾ ഒന്ന് പോസിറ്റീവ് സംഖ്യയും മറ്റേ നെഗറ്റീവ് സംഖ്യ എടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഈ 16ഉം 3ഉം ഗുണിച്ചപ്പോ എന്ത് കിട്ടി? 48 കിട്ടി. അപ്പൊ നമ്മള് 16നെ മൈനസ് 16 പ്ലസ് 16 കൊടുക്കാൻ പറ്റുമോ നോക്കാം. ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ പ്ലസ് ആയി കൊടുക്കുക, ഇവിടെ മൈനസ് ആക്കി കൊടുക്കുക. അതേപോലെ 16ൽ നിന്ന് 3 കുറച്ചാൽ എത്ര? 13. 16ൽ നിന്നും 3 കുറച്ചാൽ 13. എങ്കിൽ നമുക്ക് ഈ എക്സിന്റെ വാല്യൂകൾ എങ്ങനെ എടുക്കാം? എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കൂ. എക്സ് ഈസ് ഈക്വൽ ടു -16, എക്സ് ഈസ് ഈക്വൽ ടു +3.
ഓക്കെ. ഇനി വരുമ്പോ എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്? പി ഡി അല്ലേ? ആദ്യത്തെ ഉത്തരം പി സി കാണാനല്ലേ? പി സി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 13ഉം ഇവിടുത്തെ എക്സും അല്ലെ? അപ്പോ എത്ര കിട്ടി? 13ഉം. അതേപോലെ നീളം ഒരിക്കലും നെഗറ്റീവിൽ വരില്ല, അതുകൊണ്ട് പോസിറ്റീവ് എക്സ് എടുക്കുക. അപ്പോ നമ്മൾ എത്ര കിട്ടി? 16 കിട്ടി. സംശയമില്ലല്ലോ? ഇല്ല. ഇനി പി ഡി എന്ന് പറയുന്നത് എത്രയാണ്? പി ഡി ഇവിടെ 3 സെന്റിമീറ്റർ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായി ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക. ഓൾ ദി ബെസ്റ്റ്.